ജനാലയിലൂടെ പുറത്തോട്ട് നോക്കിയിരുന്നപ്പോൾ എൻ്റെ മനസ്സിലെ എൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഓടി വന്നത്. എൻ്റെ ആദ്യ പ്രണയം എന്തായിരുന്നു നിങ്ങൾക്കറിയോ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അന്ന് പക്ഷേ അത് പ്രണയമാണെന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല, നമ്മുടെ ജനറേഷനിലുള്ള ആർക്കും അതറിയില്ലായിരുന്നു. നമ്മുടെ ഫ്രണ്ടിനും അപ്പുറത്ത് ഒരിത്തിരി സ്നേഹക്കൂടുതൽ എന്നാണ് നമ്മൾ ആ ബന്ധത്തെ കരുതിയിരുന്നത്. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കാൻ ബഹുമിടുക്കനായ, പ്രസംഗ മത്സരങ്ങളിലും പദ്യം ചൊല്ലലിലും ഒക്കെ മിടുക്കനായ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് ആ ചേട്ടൻ്റെ വിശേഷങ്ങൾ കേൾക്കുന്നത് എൻ്റെ ക്ലാസ്സിലെ മാത്സ് ടീച്ചറിൻ്റെ വായിൽ നിന്നാണ്. ടീച്ചർ എന്നും ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ഡയലോഗ് പറയും. എന്താണെന്നറിയോ? ഇത്രയും മോശം ബാച്ചിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. കണ്ട് പഠിക്കുക അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളേന്ന്. അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളെ കണ്ടു പഠിക്കാൻ പറയുന്നതിനോടൊപ്പം തന്നെ ടീച്ചർ ഈ ചേട്ടൻ്റെ വിശേഷങ്ങളും പറയും. സ്കോളർഷിപ്പുകൾ കിട്ടിയ കഥ, സുഗമ ഹിന്ദി പരീക്ഷയിൽ മാർക്ക് കൂട്ടി കിട്ടിയ കഥ, പ്രസംഗ മത്സരങ്ങളിൽ സ്കൂളിന് സമ്മാനം തേടിത്തന്ന കഥ, ഇങ്ങനെ പലതും. കേട്ട് 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 എനിക്ക് മാത്രമല്ല കേട്ടോ, ആ ക്ലാസ്സിലെ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിൽ ചേട്ടനൊരു ആരാധന പാത്രമായി മാറി. ചേട്ടനോട് എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടണം എന്നുള്ളതായി എല്ലാവരുടെ മനസ്സിലെ ആഗ്രഹം. പക്ഷേ ഇന്നത്തെ പോലത്തെ ഫ്രീഡം ഒന്നും അന്നത്തെ സ്കൂളുകളിലില്ലല്ലോ. 8ാം ക്ലാസ്സുകാരുടെ ഫ്രണ്ട്സ് 8ാം ക്ലാസ്സിലുള്ളവർ മാത്രം, 9ാം ക്ലാസ്സിലുള്ളവരുടെ ഫ്രണ്ട്സ് 9ാം ക്ലാസ്സിലുള്ളവർ മാത്രം. എന്താ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ലേ? അങ്ങനെ ആ ചേട്ടനോട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരത്തിനായി ഈ വേഴാമ്പലിനെ പോലെ കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പൈങ്കിളിയായി പോകത്തില്ലേ? സംഗതി പൈങ്കിളിയാണെങ്കിലും വാസ്തവം അതാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ വന്നു. അന്ന് വരെ രാമനാമം പോലും മര്യാദയ്ക്ക് ജപിക്കാത്ത ഞാൻ മലയാള പദ്യജ്വലനങ്ങ് ചേർന്നു. ഇപ്പം നിങ്ങൾ ചിന്തിച്ചെന്താണ് ഞാൻ പറയട്ടെ? നീ അതല്ല, അതിൻ്റെ അപ്പുറം ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയാതല്ലേ? ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അങ്ങനെ ഞാനും ഒന്നും പദ്യചൊല്ലലിന് ചേർന്നു. നമുക്ക് പദ്യചൊല്ലലിൻ്റെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം വീട്ടിലെത്തിക്കുക എന്നുള്ളതൊന്നും അല്ലല്ലോ. ചേട്ടനോടൊന്ന് സംസാരിക്കണം, ചേട്ടൻ എന്നെ ഒന്ന് നോട്ടീസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അങ്ങനെ പദ്യം ചൊല്ലൽ മത്സരം നടക്കുന്ന ദിവസം ചേട്ടൻ്റെ അടുത്ത് പോയി ഞാൻ നിന്നു. ചേട്ടൻ ഏത് പദ്യമാണ് ചൊല്ലുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്തിനേറെ പറയുന്നു, എനിക്ക് ആകെ അറിയാന്നുള്ള ഒരേ ഒരു പദ്യം അന്നത്തെ കാലത്ത് അങ്കണത്തൈമാവിന്മേലാണ്. അതാണെങ്കിലും പൊട്ടത്തെറ്റുക എനിക്കറിയുന്ന ലിറിക്സ്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അല്ലേ? അങ്ങനെ എന്തായാലും ചേട്ടൻ്റെ കണ്ണിൽ ഞാൻ പെട്ടു. എനിക്കത് തന്നെ ധാരാളമായി. മത്സരം കഴിഞ്ഞു. കുട്ടികൾ എന്നെ കൂവി തോൽപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുതന്നെ, കൂക്കിയാലെന്ത് വിളിച്ചാലെന്ത്, നമ്മുടെ ഉദ്ദേശം നടന്നില്ലേ. പിന്നെ വരാന്തകളിൽ കൂടി പോകുമ്പോൾ ചേട്ടൻ്റെ ഒരു ചെറിയ നോട്ടം ഞങ്ങളുടെ ക്ലാസ്സിലേക്ക്. എന്നെ കോറിഡോറിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു കൊച്ചു വർത്താനം. അങ്ങനെ ഞങ്ങളുടെ ഒരു സൗഹൃദം വളർന്നു. പതിയെ ഞാനും ചേട്ടനും നന്നായി വർത്താനം പറഞ്ഞ് സ്കൂളിൻ്റെ വാതിൽ കടന്ന് നടന്നു പോകുന്ന അവസ്ഥ വരെ എത്തി. മറ്റുള്ള കുട്ടികൾക്കൊക്കെ എന്നോട് അസൂയ തോന്നിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രത്തോളം ഡീപ്പായി ഞങ്ങളുടെ കൂട്ട്. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ലാസ്റ്റ് ഡേ ചേട്ടൻ 9ാം ക്ലാസ്സിലേക്കൊന്ന് വന്നു ഞങ്ങളോടൊക്കെ യാത്ര പറയാൻ. അത് കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. എല്ലാ കുട്ടികളുടെയും കണ്ണുകൾ എൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു. ഞാനും ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, അതേ, ഈ സ്കൂളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെയെന്നറിയാമോ? നിന്നെയാണ്. നിന്നോട് വർത്താനം പറയാനും നിന്നെ കാണാനൊക്കെ എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ? എന്താ കാരണം എന്നറിയോ? ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം ആ ചേട്ടൻ പറഞ്ഞ മറുപടി, എൻ്റെ വീട്ടിൽ 3 ആൺകുട്ടികളാണ്, എനിക്കൊരു അനിയത്തി ഇല്ലായിരുന്നു
കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ മക്കളെ. അന്ന് രാത്രി ഞാൻ കരഞ്ഞു മെഴുകി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ കാലത്തിനും അപ്പുറം പിന്നെ ഒരിക്കലും ഞാൻ ആ ചേട്ടനെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. എവിടെയാണെന്ന് പോലും അറിയില്ല. സംഗതി കോമഡിയാണെങ്കിലും എൻ്റെ മനസ്സിൽ അന്നത്തെ ആ ഒരു സന്തോഷം വളരെ വലുതായിരുന്നു കേട്ടോ. ആ ചേട്ടനോടുള്ള സൗഹൃദത്തിൻ്റെ നാളുകളിലെ സന്തോഷം കേട്ടപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആ ആദ്യ പ്രണയത്തെക്കുറിച്ച് ഓർത്തില്ലേ? അതൊരു സുഖമുള്ള നോവാണല്ലേ? അതാണ്. അപ്പോൾ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം കിടന്ന് എല്ലാവരും ഉറങ്ങിക്കോളും. നമുക്ക് നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.